ലണ്ടനിലെ ബെക്കർ സ്ട്രീറ്റിൽ ഒരു തണുത്ത നവംബർ മാസം. മഴ ചാറുന്ന സായാഹ്നത്തിൽ ഹോംസ് തന്റെ കസേരയിൽ ചാരിയിരുന്ന് പുകവലിക്കുകയായിരുന്നു. സമീപത്ത് ഡോക്ടർ വാട്സൺ പുതിയ മെഡിക്കൽ ജേണൽ വായിക്കുന്നു. അപ്പോഴാണ് കതകിൽ ഒരു മൃദുലമായ മുട്ട് കേട്ടത്. വാതിൽ തുറന്നപ്പോൾ ഒരു യുവതി, ഏകദേശം 30 വയസ്സുണ്ടാകും, ഭയന്നു വിറച്ച നിലയിൽ നിൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ പരിഭ്രമം വ്യക്തമായിരുന്നു. സർ, എന്റെ സഹോദരൻ ആൽബിൻ തോമസ്. ഇന്നലെ രാത്രി അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞങ്ങളുടെ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ. ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹോംസിന്റെ കണ്ണുകൾക്ക് ഒരു തിളക്കം വന്നു. അടച്ചിട്ട മുറിയോ? അതെ സർ, മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ജനലുകൾക്കും കേടുപാടുകളില്ല. പക്ഷേ ആൽബിൻ അങ്ങനെയൊരാളായിരുന്നില്ല. അയാൾക്ക് ജീവിക്കാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു വാട്സൺ, നമുക്ക് പോകാം. ഹോംസ് തന്റെ തൊപ്പി ധരിച്ചു. തോമസ് കുടുംബത്തിന്റെ പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന മാളികയിലേക്ക് അവർ യാത്ര തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ സാറ അവരെ ആൽബിന്റെ മുറിയിലേക്ക് നയിച്ചു. മുറിയിൽ ഒരുതരം പഴകിയ മണമുണ്ടായിരുന്നു. മേശപ്പുറത്ത് ഒരു കൈയെഴുത്തുപ്രതിയും ഒരു കത്തിയും. കത്തിയിൽ രക്തക്കറയുണ്ടായിരുന്നെങ്കിലും ആൽബിന്റെ മൃതദേഹത്തിൽ അത്രയധികം മുറിവുകളുണ്ടായിരുന്നില്ല. ഹോംസ് മുറിയിലെ ഓരോ വസ്തുവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പോലീസ് നിഗമനത്തെ ചോദ്യം ചെയ്യാൻ എന്തെങ്കിലും തെളിവുണ്ടോ മിസ് തോമസ്? വാട്സൺ ചോദിച്ചു. ഒന്നുമില്ല ഡോക്ടർ, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ സമീപിക്കേണ്ടി വന്നത്, സാറ കണ്ണീരോടെ പറഞ്ഞു. ഹോംസ് ജനലിന്റെ അടുത്തേക്ക് പോയി അവിടുത്തെ കർട്ടന്റെ ഒരു ഭാഗം മാറ്റി. ഈ ജനൽ പൂർണ്ണമായി അടച്ചിരുന്നോ? അതെ സർ, എപ്പോഴും. എങ്കിൽ ഇത് കണ്ടോ? ഹോംസ് ഒരു കൊച്ചു പൂച്ചെടിയുടെ തണ്ട് ചൂണ്ടിക്കാട്ടി. ഈ ചെടിയുടെ തണ്ടിൽ നേരിയൊരു പൊടിമണമുണ്ട്. ഇത് ജനൽ അടക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്നതല്ല. കൂടാതെ മുറിയുടെ വാതിൽ പുറമെ നിന്ന് പൂട്ടിയതിനു ശേഷം അകത്തുനിന്ന് ഒരു ചെറിയ കൊളുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. അതൊരിക്കലും സാധ്യമല്ല. സാറ ഞെട്ടിപ്പോയി. അതുതന്നെയാണ് മിസ് തോമസ് ഈ കേസിലെ വഴിത്തിരിവും. ഹോംസ് പുഞ്ചിരിച്ചു. ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ്. വളരെ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത ഒന്ന്. പക്ഷേ എങ്ങനെ? വാട്സൺ ചോദിച്ചു. കൊലയാളി ജനലിന്റെ ചില്ല് നീക്കം ചെയ്ത് അകത്ത് പ്രവേശിച്ചു. ആൽബിനെ കൊലപ്പെടുത്തി. എന്നിട്ട് ജനൽ വീണ്ടും സ്ഥാപിച്ചു. പിന്നീട് പുറമെ നിന്ന് വാതിൽ പൂട്ടിയ ശേഷം ഒരു നൂൽക്കമ്പി ഉപയോഗിച്ച് അകത്തെ കൊളുത്തിട്ടു. പക്ഷേ എന്തിന്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് വാട്സൺ. ഈ വീട്ടിൽ ഉറങ്ങാത്ത നിഴലുകളുണ്ട്. അവയാണ് ഈ ക്രൂരതയ്ക്കു പിന്നിൽ. ഹോംസ് ആൽബിന്റെ കൈയെഴുത്തുപ്രതി എടുത്തു. അതിലെ അവസാന പേജിൽ ഒരു അടയാളം കണ്ടു. അതൊരു പഴയ പുരാതന വസ്തുവിന്റെ രഹസ്യമായിരുന്നു. അതായിരുന്നു കൊലപാതകിയുടെ ലക്ഷ്യം. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ആൽബിന്റെ ബിസിനസ് പങ്കാളിയായ മിസ്റ്റർ ഹെൻറിയാണ് കൊലപാതകിയെന്ന് ഹോംസ് കണ്ടെത്തി. ആൽബിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പുരാതന നിധി സ്വന്തമാക്കാൻ ഹെൻറി നടത്തിയ തന്ത്രശാലിയായ നീക്കമായിരുന്നു അത്. അടച്ചിട്ട മുറിയിലെ കൊലപാതകം എന്ന പ്രഹേളിക ഹോംസിന്റെ ബുദ്ധിക്ക് മുന്നിൽ അനാവരണമായി. നിഴലുകൾ ഉറങ്ങാത്ത ആ വീട്ടിൽ ഒടുവിൽ സത്യം പ്രകാശിച്ചു.